ഞാനൊരു സമയത്ത് ഇപ്പം ഈ പ്രോഗ്രാം തുടങ്ങുന്നത് എനിക്ക് സീസൺ 1, 2, 3, 4, 5, 6 എന്നുള്ള ഈ 6 ഇനി എനിക്ക് ഒരു 8 ഇയേഴ്സിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 50 രൂപ എടുക്കാൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 50 rupees ഞാനിങ്ങനെ കോയിൻ ഇങ്ങനെ എണ്ണി ഇട്ട് രാത്രി തട്ടുകടയിൽ പോയിട്ട് ദോശ എത്ര രൂപ, ഓംപ്ലേറ്റ് എത്ര രൂപ കഴിച്ചിട്ടുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് +1 പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു കളർ പാൻറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് റോക്കി എന്ന ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് പോകുന്നത്. ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ്. ഞാനൊരു ടാറ്റു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പഴികളും ഒരുപാട് പരാതികളും ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ഞാൻ എപ്പോഴും പ്രൗഡ്ലി തന്നെ പറയാം, ഞാൻ ടാറ്റു ആർട്ടിസ്റ്റ്. ഓക്കെ, എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, അതിന്റെ പേര് ടച്ച് ഓഫ് ഇങ്ക് എന്നാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റി ആവാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും എന്റെ തൊഴിലിനെ ഞാൻ പ്രൗഡ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് തന്നെ ചെയ്തിരുന്നാലും അതിൽ നിങ്ങൾ 100% ഡെഡിക്കേഷൻ, 100% കമ്മിറ്റ്മെന്റ്, 100% റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണം, അല്ലെ? എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഒരു ചെറിയൊരു അർത്ഥം, അത് ഇന്നത്തെ ഈ ഷോയിൽ ഞാൻ പോകുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. പവർഫുൾ പീപ്പിൾസ് മേക്ക് പ്ലേസസ് പവർഫുൾ. റോക്കി ഈസ് പവർഫുൾ. ഐ ആം സൈനിങ് ഔട്ട്. സിജോയെ അടിച്ച് നാടകീയമായി പുറത്തായതിനു ശേഷം അസി റോക്കിയുടെ ഇൻസ്റ്റാ പേജിൽ വന്ന ഒരു വീഡിയോയാണിത്. എന്നാൽ അത് പരിശോധിക്കുമ്പോൾ അറിയാം, ഈ ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് അസി റോക്കി പോസ്റ്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണ് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അസി റോക്കി ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അദ്ദേഹം സീക്രട്ട് റൂമിൽ തന്നെ ആകാനാണ് സാധ്യത. എവിക്ഷൻ നടക്കണമെങ്കിൽ അത് ലാലേട്ടൻ വന്ന് മിഡ് വീക്ക് എവിക്ഷനോ അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ എവിക്ഷൻ വരെയും കാര്യങ്ങൾ നീണ്ടു പോയേക്കാം. അപ്പോൾ ഇവിടെ വീട്ടുകാർക്ക് പരാതിയില്ല, റോക്കി മാപ്പ് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് റോക്കി വീണ്ടും തിരിച്ചു കയറാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. വലിയ ഒരു ആരാധക വൃന്ദം അദ്ദേഹത്തിന് ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അദ്ദേഹം തിരിച്ചു കയറണമെന്ന് തന്നെയാണ് പലരും ഇവിടെ പറയുന്നതും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. റോക്കി വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ അങ്ങനെ പെട്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞുവിടില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം, കാത്തിരിക്കാം. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.